എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടൊയോട്ടയുടെ ഏറ്റവും പുതിയ ഹൈലക്സ് ബ്ലാക്ക് എഡിഷൻ ആണ്. മോഡലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾട്ടിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന എഡിഷനാണ്. വണ്ടിയുടെ ആ മസ്കുലർ ലുക്കിനും അതേപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനും ചേർന്നൊരു കളർ തന്നെയാണ് ബ്ലാക്ക്. വളരെ മനോഹരമായിട്ടുണ്ട്. വണ്ടിയുടെ സൈസ് തന്നെ വലിയൊരു സൈസിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതിന് ടൊയോട്ട കറക്റ്റ് വണ്ടിക്ക് ചേർന്നൊരു പേരും കൊടുത്തിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്നുള്ളത്. വളരെ രസമായിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷ് കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. ആകെ ഈ രണ്ട് ക്രോം എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം ടൊയോട്ട ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ടൊയോട്ടയുടെ ലോഗോയും ക്രോമിലാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു മാസ് സൈസ് ആയിട്ടുണ്ട് വണ്ടി. പിന്നെ ഫ്രണ്ടിൻ്റെ ഷേപ്പും കൗസും എല്ലാം എടുത്ത് നിൽക്കുന്നുണ്ട് ഈ ബ്ലാക്ക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ. സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് 4 ബ്ലാക്ക് അലോയാണ് കമ്പനി കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് എഡിഷന്. അതേപോലെ തന്നെ അതും വണ്ടിയുടെ സൈസിനെ അതേപോലെ തന്നെ വണ്ടിയുടെ ഫീലിനെ അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. വലിയ സൈസ് അലോയ്കളാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കാണ്. ഓൾറെഡി വണ്ടി ഇച്ചിരി ചെളിയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം ആദ്യം ഞാൻ വിചാരിച്ചു വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാമെന്ന്. പക്ഷേ പിന്നീട് വിചാരിച്ചു ഒരു 4x4 വാഷ് ചെയ്തിട്ട് ഒരു റിവ്യൂ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 4x4 അതിൻ്റെ തനതായിട്ടുള്ള രീതിയിൽ കുറച്ച് ചെളിയോടുകൂടിയൊക്കെ ഒരു റിവ്യൂ എടുക്കുന്നതാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പം ബ്ലാക്ക് എഡിഷന് കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ഒരു സ്റ്റിക്കർ. വളരെ നല്ല രസമായിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി ഒരു എടുത്ത് നിൽക്കുന്നുമുണ്ട്. അത് തന്നെയല്ല ഒരു പർപ്പസ്. കാരണം ടാങ്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫുള്ള് ബ്ലാക്കാണ്. ഹാൻഡിൽ ബാർ അതേപോലെ തന്നെ മിറർ ഫുള്ള് ബ്ലാക്കാണ്. പിന്നെ ഒരു ഹൈലക്സിൻ്റെ ലോഗോ സിൽവറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സിൽവർ ലൈൻ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ വരുന്നുണ്ട്. അത് കുറച്ച് ഇവിടെ ഒരു വണ്ടിക്ക് നല്ലൊരു ഷൈനിങ് ഈ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഫുൾ ഒരു ബ്ലാക്ക് ഡോട്ട് ആകാതെ ഒരു ചെറിയ ഷൈനിങ് സൈഡിൽ നിന്ന് കിട്ടാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുമ്പം ഇവിടെ ചെറിയൊരു സിൽവറിൻ്റെ പോർഷനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സിൽവറിൻ്റെ പോർഷനുണ്ട്. ബാക്കിയെല്ലാം ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ടുണ്ട്. ടൊയോട്ട ഹൈലക്സ് എന്നുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം ബ്ലാക്കാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള നല്ലൊരു സൈസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പുറകിലത്തെ ടെയിൽ ലൈറ്റ് രണ്ടും എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ടൊയോട്ട എന്നുള്ളൊരു വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. മറ്റേ നമ്മൾ നാടകമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പറയത്തില്ലേ, ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നത്. ടൊയോട്ട അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്ന ഹൈലക്സ് എന്ന മോഡൽ. ഇവിടെ നമുക്ക് ഹാൻഡിൽ ബാർ കിട്ടിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ തുറന്നു കഴിയുമ്പം ഒരു ഹൈഡ്രോളിക്കോടുകൂടിയുള്ള ബാക്ക് ഡോർ ആയതുകൊണ്ട് തന്നെ താഴോട്ട് വീഴാതെ വളരെ കാമായിട്ട് വന്ന് വീഴുന്നൊരു ഫീലുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരാൾ തുറക്കുവാണെങ്കിൽ തന്നെ അവരുടെ ദേഹത്തോട്ട് വീഴാതെ നമുക്കൊരു ടൈമിങ് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അത് വളരെ നന്നായിട്ടുണ്ട്. വളരെ വലിയൊരു ലോഡിങ് കപ്പാസിറ്റി ഏരിയയാണ് ടൊയോട്ട ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ലൈഫ് സ്റ്റൈൽ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുമ്പം വളരെ നല്ലൊരു ക്യാരിങ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം വെളിയിലോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അവരിത് വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനും ആ ഒരു ഫെസിലിറ്റി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കും ഇതൊരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളായിട്ട് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സൈഡിലോട്ട് വരുമ്പം അപ്പുറത്തെ പോലെ തന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഹൈലക്സിൻ്റെ ലോഗോ ഉണ്ട്. ഒരു വലിയ മിററുണ്ട്. അതൊരു LED ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡ് ഡോർ തുറന്നു കഴിയുമ്പോൾ ഫസ്റ്റ് കാണാൻ പറ്റും നമുക്കൊരു ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്കിവിടെ കുറേ ഹാൻഡിൽ ബാറുകൾ നമുക്ക് വണ്ടിയെ കാണാൻ പറ്റും. കാരണം വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്ക് അകത്തോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ കുറേ ഹാൻഡിൽ ബാറുകൾ സഹായിക്കുന്നുണ്ട്. ബാക്ക് ഡോർ തുറക്കുകയാണെങ്കിൽ ഇതാണ് ബാക്ക് പാസഞ്ചർ ഏരിയ. ഇതും അത്യാവശ്യം വളരെ വലിയൊരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ ബാർ കിട്ടിയിട്ടുണ്ട്. കാരണം വണ്ടിക്കകത്തോട്ട് കയറാൻ അത് വളരെ സഹായകരമാണ്. ലോഡിങ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് ഏരിയയ്ക്കൊന്നും ടൊയോട്ട അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് യാതൊരു വിധത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ടൊയോട്ട ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ഏരിയ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. നോർമൽ സാധാ ടൊയോട്ട വണ്ടികൾക്ക് കാണുന്ന നോർമലായിട്ടുള്ളൊരു ക്ലസ്റ്റർ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ടുള്ളൊരു ഗിയർ നോബ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വണ്ടിക്ക്. പിന്നെ 4x4 അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറാണിത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ടോൺ AC കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഡിഫറൻഷ്യൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റിയൽ വീലിൻ്റെ ഡിഫറൻഷ്യൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ട്രാക്ഷൻ ഓഫ് ചെയ്യാൻ ഓപ്ഷനുണ്ട്.
ഹിൽ ഹോൾഡ് അസിസ്റ്റ് കിട്ടുന്നുണ്ട്. അകത്തോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറിലും നമുക്ക് വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു മാസ് ലുക്കുള്ള ഒരു വണ്ടിയിലാണെന്നുള്ളത്. കാരണം അതിനായിട്ടുള്ള ഒരു മസ്കുലർ ഫീൽ നമുക്ക് ഇൻറ്റീരിയറിൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പാസഞ്ചർ എയർ ബാഗിൻ്റെ വാണിംഗ് കാണിക്കുന്നുണ്ട്. വണ്ടിക്കകത്ത് 7 എയർ ബാഗാണുള്ളത്. അതേപോലെ തന്നെ വണ്ടിക്കകത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മോഡ് കിട്ടുന്നുണ്ട്. ഒരു എക്കോ മോഡും ഉണ്ട്, ഒരു പവർ മോഡും ഉണ്ട്. 4x4 അന്യായ പെർഫോമൻസ് ആണ് വണ്ടി കാണിക്കുന്നത്. നമുക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് ഏത് ടെറൈനിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഗിയർ നോബും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വരുവാണെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് ആണ്. നമുക്ക് ഈ വണ്ടി നമ്മളൊരു 4x4 ഓഫ് റോഡ് റൈഡായിരിക്കും പലരും കണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഈ വണ്ടീനെ അങ്ങനെ ഒരു സാധാ ഒരു ഓഫ് റോഡർ മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഓൺ റോഡ് പെർഫോമൻസും നമുക്ക് അത്യാവശ്യമാണല്ലോ. അത് രണ്ടുകൂടെ ടൊയോട്ട മനസ്സിൽ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു വണ്ടിയാണ്. നമുക്ക് ഓൺ റോഡും നല്ല അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. ഓഫ് റോഡിലായിക്കോട്ടെ ഓൺ റോഡിലായിക്കോട്ടെ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്, പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ സ്റ്റിയറിംഗ് കുറച്ച് കട്ടിയാണ്. അതൊരു നമുക്ക് ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വലിയൊരു വണ്ടിയാണ്, ഇത്രയും വലിയ ടയർ സൈസാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ചെറിയൊരു കട്ടിയുണ്ട്. ബാക്കി എന്തുകൊണ്ടും നമുക്ക് ഒരു ഡെയിലി ഡ്രൈവറായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും, വേണമെന്നുണ്ടെങ്കിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടൊയോട്ട ഹൈലക്സ്. ഓക്കെ ഗൈസ്, ഇത്രയാണ് എൻ്റെ ഈ ഹൈലക്സ് ബ്ലാക്ക് എഡിഷനെ പറ്റിയുള്ള റിവ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.